നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അവിടെ പോയിട്ടുള്ള ഉത്സവ കാഴ്ചകളും എല്ലാം നമ്മളെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ആദ്യമായിട്ട് ഞങ്ങളെ വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പം പ്രാവച്ചമ്പലം അല്ലേ എത്തിയത്? ഈ പ്രാവച്ചമ്പലത്തിന്റെ മെയിൻ പ്രത്യേകത എന്തെന്നറിയാമോ? അടുത്ത് അതിഭീകരമായ ഒരു ഗ്രോത്ത് വരാൻ പോണ ഒരു സ്ഥലമാണിത്. കാരണം ഈ പ്രാവച്ചമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെയാണ് നേമം റെയിൽവേ സ്റ്റേഷൻ. നേമം റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത് ട്രിവാൻഡ്രം സൗത്ത് റെയിൽവേ സ്റ്റേഷനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. വിഴിഞ്ഞത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വിഴിഞ്ഞത്തോട്ടുള്ള ഒരു റെയിൽവേ ലൈൻ വരുന്നുണ്ട്. അതെല്ലാം നേമത്തിൽ നിന്നാണ് പോകുന്നത്. നേമം കഴിഞ്ഞിട്ടാണ് പള്ളിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അത് തിരിഞ്ഞ് വിഴിഞ്ഞത്തോട്ട് പോകുന്നത്. അപ്പം ഈ നേമം സ്റ്റേഷൻ ഭയങ്കര പ്രോമിനൻസ് ഒന്നും ഇല്ലായിരുന്ന ഒരു ചെറിയ സ്റ്റേഷനായിരുന്നു. പക്ഷെ ഇപ്പം ട്രിവാൻഡ്രം സൗത്ത് റെയിൽവേ സ്റ്റേഷനായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രം സൗത്ത്. അപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള അപ്രോച്ച് റോഡ് ഇപ്പോൾ ഒരു ചെറിയ റോഡേ ഉള്ളൂ. അതൊക്കെ മാറി ഇനി വേറെ നല്ല വീതിയിൽ പുതിയ റോഡ് അവിടെ മീൻസ് ബിൽഡിങ്ങുകളെല്ലാം എടുത്തിട്ട് ഈ ബിൽഡിംഗ് എന്നല്ല, ഒന്ന് രണ്ട് ബിൽഡിംഗ് എല്ലാം മാറ്റി പുതിയ റോഡെല്ലാം ഉണ്ടാക്കണം, അപ്രോച്ച് റോഡെല്ലാം ഉണ്ടാക്കണം. അതിന് വേണ്ടിട്ട് നോർത്ത് കൊച്ചുവേളിയും സൗത്ത് നിയമം ആവും. നമ്മളെ ഈ റോഡിൽ ഇപ്പം എന്ത് ഫ്രീ ആയിട്ട് വണ്ടികൾ പോകുന്നുണ്ടാ. പണ്ട് ഒരു 10 വർഷം മുന്നേ ഓർമ്മയുണ്ടാ? സിംഗിൾ ലൈൻ ഭയങ്കര ബ്ലോക്കാണ്. നമുക്കൊരു 20 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ 1.5 മണിക്കൂർ എടുക്കുമായിരുന്നു. 10 മണിക്ക് ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മൾ മിനിമം 8 മണിക്ക് ഇറങ്ങണം. ആ റോഡ് വൈഡനായതോടെ ഇവിടുത്തെ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറി. പണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാനേ പറ്റില്ല. എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് ഓർമ്മയുണ്ട് പഴയ അവസ്ഥ. ഇപ്പൊ ഭയങ്കര സ്മൂത്തായി. തിരക്കുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റില്ല. റോഡിന്റെ ഫ്ലോ മാറി. 2-3 ദിവസം കഴിയുമ്പോ ഈ റോഡിലെല്ലാം ഉത്സവത്തിന്റെ പൊങ്കാലയുടെ ഇപ്പോഴത്തെ ചട്ടിയെല്ലാം ഉണ്ട്. മൺകലങ്ങളെല്ലാം സൈഡിലെല്ലാം വെക്കാൻ വെച്ചിട്ടുണ്ട്. കിള്ളിപ്പാലത്തെ തിരക്ക് കണ്ടൂല? ഭയങ്കര തിരക്കല്ലേ. പക്ഷെ ഈ നേരത്തെ പറഞ്ഞാലേ റോഡ് വീതി ഉള്ളതുകൊണ്ട് ഇങ്ങനെയെങ്കിലും മൂവ് ആവണുണ്ട്. പണ്ട് ഇങ്ങനെ ഒറ്റ കിടപ്പായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. നമ്മളിപ്പോ PRSന്റെ ഫ്രണ്ടിലെത്തി. PRS കഴിഞ്ഞിട്ട്, അതായത് നെയ്യാറ്റിങ്കര ഭാഗത്ത് നിന്ന് വരുമ്പോൾ PRS കഴിഞ്ഞിട്ട് ഉള്ള ഫസ്റ്റ് ലെഫ്റ്റ് കിള്ളിപ്പാലം ജംഗ്ഷനിൽ PRS ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് കിള്ളിപ്പാലം ജംഗ്ഷൻ എത്തണ്ട, അതിന് മുന്നേ ലെഫ്റ്റിലോട്ട് റോഡുണ്ട്. ആ റോഡ് നേരെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന റോഡാണ്. ആറ്റുകാൽ ഭഗവതി ടെമ്പിൾ ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടാ? കണ്ടില്ലേ? ഇവിടുന്ന് തിരക്കാ? അല്ല. ആണോ? ഓ, ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരക്ക്. അടിപൊളി. കിള്ളിയാറ് ഇതാണ്. കിള്ളിയാറിന്റെ മുകളിലുള്ള പാലം കിള്ളിപ്പാലം. നല്ല തിരക്കാണല്ലോ. ക്ഷേത്രത്തിലും നല്ല തിരക്കുണ്ടാവും. ഇവരെല്ലാരും ആറ്റുകാൽ പോയിട്ട് വരുന്നതാണ്. ബസ് നിറയെ ആൾക്കാർ. ബസ് നിറയെ എല്ലാം സ്ത്രീകളെല്ലാം ചന്ദനക്കുറിയെല്ലാം ഇട്ടിരിപ്പുണ്ട്. ഈ ഓട്ടോകള്, ഈ പോണ ഓട്ടോകള് നോക്കിക്കഴിഞ്ഞാലും എല്ലാം ആറ്റുകാൽ പോകുന്ന ആളുകളാണ്. ഭയങ്കര തിരക്കായി. റോഡിലെല്ലാം പല സ്ഥലത്തും ഒരു പോലീസിനെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇത്രയും തിരക്കിൽ വന്നിട്ടില്ല അല്ലേ ഇവിടെ? മിക്കവാറും നമ്മൾ ഈ പൊങ്കാല ഉത്സവ സമയത്ത് നമ്മളങ്ങനെ വരാറില്ല. നമുക്ക് അല്ലാത്ത സമയങ്ങളിൽ തിരക്കില്ലാതെ തൊഴാൻ താല്പര്യമുള്ളവരായതുകൊണ്ട് നമ്മൾ ഈ തിരക്കിൽ സാധാരണ വരാറില്ല. പക്ഷെ ഇന്ന് രാവിലെ എണീറ്റപ്പോ എന്തോ വരണമെന്ന് തോന്നി. ഇത് കൊള്ളാം അല്ലേ? നല്ല ഭംഗിയുണ്ട്. ഇത് ആരുടേതാണ്? 3 സ്റ്റാർ ഒരു സ്ഥാപനം വെച്ചിരിക്കണാണ് കേട്ടോ. അവരുടെ അഡ്വർടൈസ്മെന്റും എല്ലാം നടക്കും. അലങ്കാരങ്ങളെല്ലാം തുടങ്ങി. രാത്രിയാണെങ്കിലും നമുക്ക് ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അവര് പിന്നെ ഓൺ ചെയ്യൂലല്ലോ. അങ്ങനെ നമ്മള് ഈ സ്ഥലം ഏതാ ചേട്ടാ? ആറ്റുകാലെത്തി നമ്മള്. അതായത് കിള്ളിയാറിന് ക്രോസ് ചെയ്ത ഒരു പാലം ഉണ്ട്, അത്ര തന്നെ. ഇവിടെ പുതിയ പാലം, ബണ്ട് റോഡ്. ഇവിടെ നിന്ന് ഇതിലെ അങ്ങ് വിടാന്നുള്ളതല്ലേ ഉള്ളൂ. ഇതാണ് ഇവന്മാര് ഉണ്ടാക്കണ പ്രശ്നം. അങ്ങോട്ട് വണ്ടി വിടൂലേ?
പാർക്കിംഗ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങറ്റം വരെ പോണോ? ആൾക്കാർ ഇവിടെ പാർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടാ. ആ പാർക്കിംഗ് ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ നടക്കണം. ആറ്റുകാൽ പാർക്കിംഗ്. അയ്യോ ടാസ്ക് സീൻ. ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്ക്. പാർക്കിംഗ് എവിടെയാണോ ഉള്ളത്? താഴെയാണോ? അപ്പൊ അവിടെ നിന്ന് നടന്നു പോണോ അതോ നടക്കണം? ഒരു കിലോമീറ്റർ കൂടുതലുണ്ടല്ലേ നടക്കാൻ. നമ്മള് വണ്ടി പാർക്ക് ചെയ്തു. അമ്പലത്തിന് 1/2 കിലോമീറ്റർ മാറിയാണ് പാർക്കിംഗ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നടന്നോ ഓട്ടോ പിടിച്ചോ എങ്ങനെയെങ്കിലും പോണം. അപ്പൊ എങ്ങനെ അടുത്ത സംവിധാനം പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എത്ര അടുത്ത് എത്തുമെന്ന് അറിഞ്ഞൂടാ. എത്ര അടുത്ത് ഇറങ്ങാം. കൊള്ളാല്ലേ, കുറെ കാലമായി ഓട്ടോയിൽ കയറി. വൈബ് യാത്ര. അങ്ങനെ നമ്മൾ ആറ്റുകാലെത്തി. അമ്പലത്തിന്റെ തൊട്ടടുത്ത് വരെ ഓട്ടോയിൽ എത്താൻ പറ്റി. നല്ല തിരക്കാണ്. കച്ചവടം എല്ലാം പൊടി പൊടിക്കുന്നുണ്ട്. അമ്പലത്തിലെ തിരക്ക് കണ്ടോ? ഞങ്ങൾ ഇന്നേ വരെ ഇത്രയും തിരക്കുള്ള സമയത്ത് അമ്പലത്തിൽ വന്നിട്ടില്ല. ഈ ഒരു ഷെഡ് നിറയെ ആള് നിൽക്കുവാണ് ക്യൂവില്. അപ്പം അമ്പല ദർശനത്തിനുള്ള ക്യൂ ഫ്രണ്ടിൽ കൂടെ അല്ല, കിഴക്ക് നടയിൽ കൂടെ കയറണമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കറങ്ങി അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവസാനം ക്യൂവിൽ കയറി പറ്റി. അതാണ് ക്യൂ. ഒത്തിരി തിരക്കുണ്ട്. ഇവിടെ ഈ വലിയ ഫാനെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഇത് ഗുരുവായൂരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഭയങ്കര തിരക്ക്. കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്ന ദിവസം കൂടെയാണെന്ന്. അതിന്റെ തിരക്ക് കൂടെ ഉണ്ട്. ഇതെല്ലാം കുത്തിയോട്ടത്തിനുള്ള കുട്ടികളാണ്. അതിന്റെ തിരക്ക് കൂടെയാണ് ഇന്ന് ഇത്രയും തിരക്ക് വന്നത്. അങ്ങനെ 1.5 മണിക്കൂർ ക്യൂവിന് ശേഷം ഞങ്ങൾ തൊഴുതിറങ്ങി. പ്രതീക്ഷ അത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. നമ്മൾ ആദ്യത്തെ തിരക്ക് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് കുറച്ചുകൂടെ നിൽക്കേണ്ടി വരുമെന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തൊഴാൻ പറ്റി. അപ്പൊ ഇന്ന് ഈ കുത്തിയോട്ടത്തിന്റെ വ്രതം ആരംഭിക്കുന്ന ദിവസമാണ്. അതിന്റെ പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതുകൊണ്ട് കൂടെയാണ് ഇത്രയും തിരക്ക്. അങ്ങനെ ചൂട് ആശ്വാസത്തിന് വേണ്ടി തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചോ? എങ്ങനെയുണ്ട് തണ്ണിമത്തൻ? കുഴപ്പമില്ലേ? കൊള്ളൂല്ലേ? 20 രൂപയേ ഉള്ളൂ അല്ലേ? 20 രൂപയ്ക്ക് കൊള്ളാം അല്ലേ? നല്ല ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുമ്പോൾ ഏറ്റവും വലിയ വിഷയം നമ്മൾ കുരു തുപ്പി നിൽക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു ഓട്ടോ നോക്കണം. ഓട്ടോ നോക്കി വണ്ടിയിലോട്ട് പോകാം. അങ്ങനെ വീണ്ടും ഓട്ടോയിൽ തിരിച്ച് വണ്ടി കിടക്കുന്നിടത്തേക്ക് പോവാം. തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ച് വളരെ നല്ലതായി, ഭയങ്കരമായിട്ട് കൂളായി. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തി. വണ്ടിയുടെ കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി. വളരെ നല്ല ഒരു ദർശനമായിരുന്നു അവിടെ. ഞങ്ങൾ ആക്ച്വലി ആദ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയി. കാരണം അവിടെ ഒരിടത്തോട്ടും വണ്ടി വിടുന്നില്ല. അമ്പലത്തിന് 1/2 കിലോമീറ്റർ അടുത്തോട്ടേ വണ്ടി വിടുന്നില്ല. അതിൻ്റെ അവിടെ നിന്ന് ഒരുപാട് മാറ്റി, അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 10-800 മീറ്റർ മാറ്റിയാണ് ഈ പാർക്കിങ്. അപ്പോൾ അത്രയ്ക്ക് തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ അതേപോലെ തന്നെ ഭയങ്കര തിരക്ക്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ ഫ്രണ്ടിൽ ആ ഷെഡ് നടപ്പന്തൽ കംപ്ലീറ്റ് ആൾ നിറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു 1.5 മണിക്കൂറിൽ തൊഴുതിറങ്ങാൻ പറ്റി. നല്ല രീതിയിലുള്ള ദർശനവും കിട്ടി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.